മറിയം ആ സമയത്ത്, അതായത് യേശുക്രിസ്തു തൻ്റെ ഉള്ളിലൂടെയാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന സദ്വാർത്ത ദൂതനിൽ നിന്ന് അറിഞ്ഞ ഉടനെ 1 അധ്യായം 38 തിരുവചനത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. അതുവരെ ദൂതൻ കാത്തുനിന്നു എന്താണ് മറിയം പറയുന്നതെന്ന് കേൾക്കാൻ. അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. അങ്ങനെ ദൂതൻ അവളുടെ അടുത്ത് നിന്ന് പോയതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പെട്ടെന്നുള്ള അവളുടെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. ആ ദിവസങ്ങളിൽ അവൾ യൂദയായിലെ കുന്നും ചരിവുമുള്ള ദുർഘടമായ വഴികളുള്ള ആ പ്രദേശത്തിലൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്തു. എവിടേക്കാണ്? തൻ്റെ അമ്മായിയമ്മ, ഇളയമ്മ, ആരാ? അമ്മായിയമ്മ, ഇളയമ്മയായ എലിസബത്ത് 6 മാസം ഗർഭിണിയാണ്. വാർദ്ധക്യത്തിൽ ആണ് കർത്താവ് യഹോവയായ ദൈവം എലിസബത്തിനൊരു മകനെ നൽകാൻ തീരുമാനിച്ചത്. അങ്ങനെ വയ്യാതിരിക്കുന്ന എലിസബത്തിന്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ് മറിയം. ഒരു തിടുക്കം നമ്മളവിടെ കാണുന്നുണ്ട്. അത് സുവിശേഷം വളരെ വ്യക്തമായി പറയാണ്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. നമ്മൾ ഇന്നത്തെ വീട് വന്ദേ ഭാരതൊന്നും ഇല്ലാത്തൊരു കാലത്ത് നടന്ന്, അല്ലെങ്കിൽ ദുർഘടമായ വഴിയിലൂടെ നടന്നു പോകണം. 3 മാസത്തോളം താമസിക്കാനുള്ള അത്യാവശ്യ സംവിധാനങ്ങളൊക്കെ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ ചുമടും ചുമന്ന്, ഉള്ളിലൊരു ഈശോയെയും ചുമന്നുകൊണ്ട്, തന്നേക്കാളും ഒരുപാട് പ്രായം കൂടുതലുള്ള തൻ്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഒരു തിടുക്കമാണ് നമ്മളിവിടെ കാണുക. അങ്ങനെ ഒരു തിടുക്കം മറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരു യാദൃച്ഛികമായ കാര്യമല്ല, മറിച്ച് അനാദി മുതലേ ദൈവം അവളെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത. ഞാൻ അതിലേക്കാണ് വരുന്നത്. മറിയം എന്ന ദൈവത്തിൻ്റെ അമ്മയ്ക്ക് നമ്മളെപ്പോലെ അവൾ ഭൂമിയിൽ ജനിച്ചു എങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു ശരീരവും വ്യത്യസ്തമായ ഒരു ആത്മാവും വ്യത്യസ്തമായ ഒരു ഹൃദയവുമാണ് ദൈവം അവൾക്കൊരുക്കിയത്. കാരണം അവളിലൂടെയാണ് ലോകരക്ഷകൻ വരാനിരിക്കുന്നത്. അതുകൊണ്ടൊരു സാധാരണ സ്ത്രീ എന്നതിനപ്പുറത്ത് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്ന് മറിയത്തെ പറ്റി പറയും. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്താണ് അവളെ. അതുകൊണ്ടാണ് അവളെ തന്നെ ദൈവം ഈ ഒരു വലിയ ശുശ്രൂഷ, വലിയൊരു നിയോഗം ഏൽപ്പിക്കുന്നത്. അല്ലാതെ അതൊരു യാദൃച്ഛിക സംഭവമൊന്നുമല്ല. ദൂതൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ഒരു പെങ്കൊച്ചിരിക്കുന്നത് അവളെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവ പദ്ധതി, രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് മറിയമെന്ന സ്ത്രീ. ദൈവം അവളെ തിരഞ്ഞെടുത്തത് യേശുവിൻ്റെ അമ്മയാകാൻ വേണ്ടി, യേശുവിനെ ലോകത്തിലേക്ക് വരാനുള്ള ഒരു വാഹനമാകാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മറിയത്തെ പോലെ ആകാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം ദൈവം പ്രത്യേകം വളരെ ഡിഫറൻ്റായിട്ട് വിളിച്ചതാണ് മറിയത്തെ. മറിയത്തെ പോലെ ആകാൻ നമുക്ക് പരിശ്രമിക്കാം, അതേ പറ്റും. പക്ഷെ മറിയം വ്യത്യാസം അവിടെയാണ്. പക്ഷെ മറിയം വളരെ വ്യത്യസ്തമായി ജനിക്കപ്പെട്ട ആളായിരുന്നെങ്കിൽ പോലും മറിയം ഏറ്റവും സാധാരണമായിട്ടാണ് ജീവിച്ചത്. ഏറ്റവും സിമ്പിളായി ജീവിച്ച ആളാണ് മറിയം. ഏറ്റവും വളരെ ലാളിത്യത്തോടെ, എളിമയോടെ, നിഷ്കളങ്കതയോടെ, നൈർമല്യത്തോടെ ജീവിച്ച ആളാണ് മറിയം. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഉള്ളിൽ ജനിക്കാൻ പോകുന്നു എന്ന വലിയ ലോട്ടറി, കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യ സമ്മാനമാണ് കിട്ടിയത്. ഈശോ ജനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത അതറിഞ്ഞ ഉടനെ തന്നെ ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുക്കുന്ന മറിയത്തെ നമ്മൾ കാണുക. വചനഭാഗത്തിൽ നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടാവും. എന്താണ്? നിങ്ങളിൽ സബദിപുത്രന്മാരുടെ, അതാണോ വായിച്ച അച്ഛൻ? അതോ വേറെയാണോ? ഈ സഭ വേറെയാണോ? ഞങ്ങളുടെ സഭ അതായിരുന്നു. സബദിപുത്രന്മാരുടെ യാക്കോബും യോഹന്നാനും അല്ലേ? സബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും ഒരു കാര്യം കർത്താവിനോട് ചോദിക്കും. എന്താണ്? ഇടത്തും വലത്തും ഇരിക്കാൻ പറ്റുമോ എന്ന്. കർത്താവ് പറഞ്ഞു, ചെറിയ പരിപാടിയല്ല, ഇടത്തും വലത്തും ഇരിക്കുന്നത് ഇച്ചിരി പ്രയാസമുള്ളതാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ? ഞാൻ സ്വീകരിക്കുന്ന മാമോദീസ സ്വീകരിക്കാൻ പറ്റും? അവർ മാമോദീസ മുങ്ങാൻ ആർക്കാ വയ്യാത്തെ? വീഞ്ഞു കുടിക്കാൻ ആർക്കാ വയ്യാത്തെ? അതാണ് അവർ വിചാരിച്ചത്. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ചത് അതല്ല.
പാനപാത്രം എന്ന് പറയുന്നത് അവൻ്റെ കുരിശുമരണത്തെ പറ്റിയാണ്, രക്തത്തിലൂടെയുള്ള മാമോദീസയെ പറ്റിയാണ്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. എന്നിട്ട് രണ്ടാമത് ഈശോ അവരോട് പറയണം, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈശോ അവരോട് പറയുകയാണ്, എന്താ പറഞ്ഞത്? എന്നാൽ എൻ്റെ ഇടത്തും വലതും ഇരിക്കാനുള്ളത് ഞാനല്ല, പിന്നെയോ എൻ്റെ പിതാവാണ് തീരുമാനിക്കുന്നത്. മറിയത്തിനെ ദൈവം തീരുമാനിച്ചതാണ്. മറിയമെന്നാള് യേശുവിൻ്റെ അമ്മയാവണമെന്ന് തീരുമാനിച്ചത്. അതിന് അടുത്ത വചനം ഇപ്രകാരമാണ് അവസാനിക്കുന്നത്. എന്താണ്? നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ഇതാണ് കർത്താവിൻ്റെ തിയറി. ഇതാണ് കർത്താവ് പഠിപ്പിച്ച തിയറി. ഇതാണ്. മറിയം അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മറിയം അങ്ങനെ ആഗ്രഹിച്ചില്ല, പക്ഷേ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ്. ഈ ശുശ്രൂഷകൻ എന്ന വാക്കും ദാസൻ എന്ന വാക്കും വളരെ പ്രധാനപ്പെട്ടാണ്. മറിയം നമ്മൾ 1-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ 38-ാം തിരുവചനത്തിൽ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ദാസനാവാൻ എന്ത് ചെയ്യണം? ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായിരിക്കണം, അല്ലേ? ശുശ്രൂഷകനായിരിക്കണം. അതാ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിച്ച, ദൈവം പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നിർവഹിക്കാൻ ഉള്ളിൽ അങ്ങനെ ഒരു വിജ്ഞാനമുള്ള ആളായിരുന്നു. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, വളരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറിയത്തിന് നമ്മളെപ്പോലെ ഒരു ശരീരമുണ്ടായിരുന്നു. അത് ഡിഫറൻ്റായിട്ട് ദൈവം തിരഞ്ഞെടുത്താണ്, വ്യത്യസ്തമായി തിരഞ്ഞെടുക്കപ്പെട്ടാണെങ്കിലും മറിയത്തിനൊരു ശരീരമുണ്ടായിരുന്നു. മുറിഞ്ഞാൽ ചോര വരുന്ന, അടിച്ചാൽ വേദനിക്കുന്ന, നടന്നാൽ ക്ഷീണിക്കുന്ന ഒരു ശരീരം മറിയത്തിനുണ്ടായിരുന്നു. ശരീരം ദൈവം മറിയത്തിന് നൽകി. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ആത്മശരീരങ്ങളോടുകൂടി മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്, അല്ലേ? ആത്മാവ് പോയെന്നല്ല പറഞ്ഞത്, ശരീരം എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം മറിയത്തിനൊരു ശരീരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മറിയത്തിനൊരു വേറെ ഒരു എന്താണ്ട് ആരാണ്ട് പറഞ്ഞു, മറിയത്തിനൊരു ആത്മാവുണ്ടായിരുന്നു. നമുക്കും ഉണ്ടല്ലേ? നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ആത്മാവുണ്ടോ? അതോ പോയോ? ആത്മാവ് പോയോ? പുറപ്പെട്ടോ? ഇല്ല. നമുക്ക് ശരീരമുണ്ട്, അതുപോലെ നമുക്കൊരു ആത്മാവുണ്ട്. മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് എ ബോഡി ആൻഡ് എ സോൾ. അങ്ങനെയാണ്, അത് എല്ലാ ശാസ്ത്രവും അംഗീകരിക്കുന്നതാണ്. ശരീരം, ആത്മാവ്, ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആത്മാവിനെ നമ്മൾ കാണുന്നില്ല, എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ അത് വസിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ്. മറിയത്തിനും ഈ ശരീരവും ഉണ്ടായിരുന്നു, ആത്മാവും ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി മറിയത്തിന് നമുക്കുണ്ട് പൊതുവായിട്ട്. എന്താണെന്നറിയാമോ? മറിയത്തിന് ഒരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു. നമുക്കും ഒരു നല്ല ഹൃദയമുണ്ടോ? ഉണ്ട്. നമുക്കൊരു ഹൃദയമുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള രക്തം പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ സിരകളിലൂടെ ഒഴുകുന്ന രക്തം മുഴുവനും പമ്പ് ചെയ്യുന്നത് ഈ ഹാർട്ടാണ്, ഹൃദയമാണ്. അത് നമ്മുടെ ഫിസിക്കൽ ഹാർട്ടിനെ പറ്റിയാണ്. എന്നാൽ നമുക്കും മറിയത്തിനും വിശുദ്ധർക്കും എല്ലാമുള്ള മറ്റൊരു ഹൃദയമുണ്ട്. ആത്മാവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയം, ആത്മാവിൻ്റെ വികാരവിചാരങ്ങളെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം. നമ്മൾ വായിക്കുന്നുണ്ട്, മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അല്ലേ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ഗാഢമായി ചിന്തിച്ചു. എന്തിനെ പറ്റിയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? തനിക്ക് വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പല സ്ഥലങ്ങളിൽ നിന്നും ദൂതൻ വഴി മറ്റുള്ളവർ വഴിയൊക്കെ മറിയം അറിഞ്ഞത് മുഴുവനും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിന്നീട് ഗാഢമായി ചിന്തിച്ചു. ഗാഢമായി ചിന്തിക്കാൻ എപ്പോഴാണ് പറ്റുന്നേ? ഇപ്പം സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ. എപ്പോഴാണ് സ്വസ്ഥമായിട്ടിരിക്കുന്നേ? ജോസഫ് അങ്ങനെ ഗാഢമായി ചിന്തിച്ചായിരുന്നു. പുള്ളിക്ക് ഉറക്കം കെട്ടുപോയി. ഓർമ്മയുണ്ടോ? പുള്ളിക്ക് ഉറക്കം കെട്ടുപോയത് എന്ന് പറഞ്ഞു. മറിയം ഇങ്ങനെ ഗാഢമായി ചിന്തിച്ചു. പല രാത്രികളും അവൾ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താണ്? തന്നിലൂടെ സംഭവിക്കാൻ പോകുന്ന രക്ഷാകര പദ്ധതിക്ക് താൻ അതിനുള്ള കപ്പാസിറ്റിയുള്ള ആളാണോ
തനിക്കതിന് പറ്റുമോ എന്നൊക്കെ ആകുലപ്പെട്ട് വരാനിരിക്കുന്ന എല്ലാത്തിനെ പറ്റി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആഴമായി ചിന്തിച്ചവളാണ് മറിയം. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറിയത്തെ പോലെ ശരീരമുണ്ട്, ആത്മാവുണ്ട്. വ്യത്യസ്തമായി മറിയം സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ പോലും നമ്മളും അതുപോലെ ദൈവകൃപയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ദൈവകൃപയിലാണ്. നമുക്കൊരു ഹൃദയമുണ്ട്, മറിയത്തെ പോലെ തന്നെ ഒരു ഹൃദയമുണ്ട്. ഈ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയണം. പലതിനെയും ഹൃദയത്തിൽ സ്വീകരിക്കാതെ ബുദ്ധിക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലപ്പോഴും വഴക്കാളികളായി മാറുക. പലപ്പോഴും നമ്മൾ ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തവരായിട്ട് മാറുന്നത് ഹൃദയത്തിന് വിട്ടുകൊടുക്കാതെ ബുദ്ധിക്ക് വിട്ടുകൊടുത്ത് പോകുമ്പോഴാണ്. പലതിനെയും നമ്മൾ ബുദ്ധിയിലാണ് എടുക്കുന്നത്. അങ്ങനെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് അനുഗ്രഹീതമായി മാറുകയില്ല. കൃപയുടെ ജീവിതം, ഗ്രേസിൻ്റെ ജീവിതം, ഗ്രേസ് ഉള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കത്തില്ല. കൃപ നിറഞ്ഞവളെ എന്ന് ദൂതൻ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് അവൾ ഫുൾ ഓഫ് ഗ്രേസ്. മേരി ഇസ് ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്. മുഴുവനും കൃപ നിറഞ്ഞവൾ, മുഴുവനും കൃപയാണ് അവൾ. കൃപ നിറഞ്ഞവളെ നീ ഭാഗ്യവതി എന്നല്ലേ, എങ്ങനല്ലേ പറയുന്നത്? ഇപ്പം ഫുൾ ഓഫ് ഗ്രേസ്. അങ്ങനെ ഇംഗ്ലീഷിലെ പ്രാർത്ഥന മനോഹരമാണ്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. ഫുൾ ഓഫ് ഗ്രേസ്, കൃപയുടെ നിറവ്. അതെവിടെ നിന്നാണ് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ദൈവം തരുന്നതാണ്. മാമോദീസായിലൂടെ ദൈവിക ജീവന്റെ അവകാശികളായ നമുക്ക് മറിയത്തെ പോലെ ഈ കൃപ സ്വീകരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. മാമോദീസായിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മായാത്ത മുദ്രയാൽ അഭിഷേകം ചെയ്യപ്പെട്ട നമുക്ക് ഈ കൃപ ലഭ്യമാണ്. കൃപ നമുക്ക് ലഭ്യമാണ്. ആ ദൈവിക കൃപ നമുക്ക് ലഭ്യമാണ്. പക്ഷേ പലതിനെയും നമ്മൾ ബുദ്ധി കൊണ്ട്, ബുദ്ധിയുടെ മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകും. ഒരു പാട്ടില്ലേ, കൃപ ലഭിച്ചവർ നാം, അങ്ങനെ പാട്ടില്ലേ, പാടിക്കേ, അറിയാം? കൊച്ചു പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഈ തലമുറയിൽ ആർക്കും അറിയത്തില്ല പാട്ട്. അറിയത്തില്ല. പഠിപ്പിക്കുന്നത് നല്ലതാണ്. പഴയ പാട്ടുകളൊന്നും അറിയത്തില്ല നമുക്ക്, കൊച്ചു പിള്ളേർക്കൊന്നും അറിഞ്ഞുവിടാം. അപ്പോൾ കൃപ അത് നമുക്ക് ലഭിച്ചതാണ്. ദൈവിക ജീവൻ നമുക്ക് ലഭിച്ചതാണ്. പക്ഷെ അത് നമുക്ക് കൈമോശം വന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ്? ബുദ്ധിയുടെ മേഖലകൾ മാത്രം ഉപയോഗിച്ച് ദൈവത്തെ വിളിച്ചാൽ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് കൃപ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരായവരുണ്ട്, സ്വയമേ ജന്മന അങ്ങനെ ആയവരുണ്ട്. രണ്ടും വ്യത്യാസം, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം ഉപയോഗിക്കണം. ഈ ഫിസിക്കലായിട്ടുള്ള ഹൃദയം നടക്കാനൊക്കെ പോയി അതിന് അത്യാവശ്യം റപ്ചർ ആവുന്നതിന് മുമ്പേ, അറ്റാക്ക് വരുന്നതിന് മുമ്പേ ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന, ആത്മാവിൻ്റെ ഇംഗിതങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തക്കവിധം ഹൃദയത്തെ പാകപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി മാറും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഇതാണ്. ഒരു വർഷമുണ്ട് ഇനി, അടുത്ത 8 നോമ്പ് വരുന്നിടം വരെ എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ നമ്മൾ എടുത്തു എന്നുള്ളത് ഓർക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നോ എപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മനോഹരമായ ഒരു വചനമുണ്ട്. എ മാൻ ഹൂ വർക്ക്സ് വിത്ത് ഹാൻഡ്സ് ഈസ് എ ലേബറർ. കൈകൊണ്ട് അധ്വാനിക്കുന്നവൻ ഒരു തൊഴിലാളിയാണ്. എ മാൻ ഹൂ വർക്ക്സ് വിത്ത് ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഈസ് എ ക്രാഫ്റ്റ്സ്മാൻ. കൈകൊണ്ടും തലകൊണ്ടും അധ്വാനിക്കുന്നവനെ ഒരു പ്രഗത്ഭനായ തൊഴിലാളി. സ്വർണം പണിയുന്നവൻ, തടി പണിയുന്നവൻ, ഇരുമ്പ് പണിയുന്നവൻ, പ്രഗത്ഭനായ ബുദ്ധി ഉപയോഗിച്ച് പണിയുന്ന ആളാണ്. മൂന്നാമത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എ മാൻ ഹൂ വർക്ക്സ് വിത്ത് ഹാൻഡ്സ്, ഹെഡ് ആൻഡ് ഹാർട്ട് ഈസ് ആൻ ആർട്ടിസ്റ്റ്. കൈകൊണ്ടും ഹൃദയം കൊണ്ടും തല കൊണ്ടും അധ്വാനിക്കുന്നവൻ്റെ പേര് ഒരു കലാകാരനാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് കൈകൊണ്ട് പണിയുന്ന വെറും തൊഴിലാളിയായിട്ടല്ല, ബുദ്ധിയും കൈയും ഉപയോഗിച്ചല്ലേ, കായിക ബലവും ബുദ്ധിയും ഉപയോഗിച്ച് ജീവിക്കുന്ന പ്രഗത്ഭരായ തൊഴിലാളികളായിട്ടല്ല, മറിച്ച് ഹൃദയം കൊണ്ട്, കൈകൊണ്ടും തല കൊണ്ടും ഹൃദയം കൊണ്ടും അധ്വാനിക്കുന്ന കലാകാരന്മാരും കലാകാരികളുമായി മാറേണ്ട
ഒരു ദൈവരാജ്യത്തെ പറ്റിയാണ് ഈശോ പറയുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അതാണ് ചെയ്തത്. ഫ്രാൻസിസിന് തെരേസയുടെ തിരുനാളാണ് സെപ്റ്റംബർ മാസം 5-ാം തീയതി. മാർ തെരേസ ബുദ്ധിപൂർവ്വം ചിന്തിച്ച ഒരാളായിരുന്നെങ്കിൽ ആഗ്നസ് ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്തൊരു അധ്യാപികയായി അവസാനിക്കത്തേ ഉള്ളായിരുന്നു. ബുദ്ധിക്കപ്പുറത്ത് ഹൃദയം കൂടി ദൈവമുമ്പാകെ ഉപയോഗിച്ചപ്പോഴാണ് ആരോരുമില്ലാത്ത പട്ടിണിപ്പാവങ്ങളുടെ ഇടയിലേക്ക്, കൈകൾ കാലുകളുമൊക്കെ കുഷ്ഠരോഗം കൊണ്ട് വ്രണമായി പൊട്ടിയൊലിക്കുന്നവരുടെ ഇടയിലേക്ക് കേവലം 5 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു സാധാരണക്കാരി, ചെറുപ്പക്കാരി തൻ്റെ തലയും കൈയും കായിക ബലവും തൻ്റെ ഹൃദയവും ഉപയോഗിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി അനേകായിരങ്ങളെ നേടിയെടുത്തത് ഞാൻ ഈ പറഞ്ഞ ഹൃദയ വിശാലതയിൽ നിന്നാണ്. ദൈവത്തിന് ഹൃദയം കൊടുത്ത് ഗാഢമായി അവനോടൊത്ത് ആലോചിച്ചതിൻ്റെ ഭാഗമാണ് അങ്ങനെയൊരു മദർ തെരേസയെ ലോകത്തിന് ലഭിച്ചത്. എത്രയോ പേർക്ക് മദർ തെരേസ അത്താണിയായി. ഇന്നും അവർ ഈ ലോകത്തിൽ നിന്ന് ഒരു വിശുദ്ധയായി മരിച്ചു എങ്കിൽ പോലും ഇന്നും മദർ തെരേസ ജനഹൃദയങ്ങൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഹൃദയം പങ്കുവച്ചതിൻ്റെ ഭാഗമാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഏറിയാൽ 60-70 വർഷമൊക്കെ ജീവിച്ച് പോകേണ്ടവരാണ്. ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കാനാണോ നിന്റെ നിയോഗം, നിന്റെ വിളി? അതോ നിന്റെ ജീവിതം കൊണ്ട് ഒരാളെങ്കിലും യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊണ്ട് നേടാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 8 നോമ്പ് അർത്ഥപൂർണമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ